ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ അറിവിൻ്റെ വേദി ഒരിക്കൽ കൂടി കളമൊരുങ്ങുമ്പോൾ പാലക്കാടാണ്. സ്വാഗതം ചെയ്യാം. സുഹൃത്തുക്കളാണ്, കുറേ വർഷങ്ങളായിട്ട് സഹയാത്രികരാണ് ജിജേഷ് ആൻഡ് ബിൻഷാദ്. ഹായ് നമസ്കാരം, ഞാൻ ബിൻഷാദ്. ഞാൻ ജിജേഷാണ്. പാലക്കാട് IND ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനം നടത്തുകയാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. 17 വർഷമായിട്ട് ആർമിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അലമാരയിൽ നോക്കിയപ്പോൾ ഏറ്റവും പുതിയതായി കിടക്കുന്നത് കണ്ട അങ്ങനെ എടുത്തിട്ടാകുമ്പോൾ പുതിയതായാലും പഴയതായാലും നോക്കണെങ്കിൽ ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അല്ലെ, അങ്ങനെ വന്ന് മാറ്റി മാറ്റി ഇട്ടാലും നമുക്ക് അറിയില്ല ഏതാണ് വ്യത്യാസം, അറിയില്ല. എത്ര ബ്ലാക്ക് 4-5 ഷർട്ട് ഉണ്ട് പറയാം നമുക്ക്. ബ്ലാക്ക് ഞാനുണ്ട്, ആൾക്കാർ കണ്ടുപിടിക്കും. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാനും. സോ ഫ്രണ്ട്സ് ആണ്, വൈബിൽ കട്ടക്കി പിടിക്കുന്നുണ്ട് തുടങ്ങി ഒന്നിച്ച് പഠിച്ചതല്ലേ. അത് 8ാം ക്ലാസ് മുതൽ നമ്മൾ 10ാം ക്ലാസ് വരെ 3 വർഷം വളരെ കട്ടക്ക് ഉഴപ്പി. അതുപോലെ തന്നെ പിന്നെ പുറത്തേക്ക് പറയാനില്ലല്ലോ. 10 കഴിഞ്ഞ് പിരിഞ്ഞു. പക്ഷെ നിർത്തിയിട്ടില്ല, ഉഴപ്പിക്കൊണ്ടേ മരണം വരെ ബോണ്ടിങ് എന്താ പറയാ. ഡാൻസ്, യൂത്ത് ഫെസ്റ്റിവലിൽ ഡാൻസ്, നാടകം, പരിപാടികളൊക്കെ തുടങ്ങി. ആർട്ടിസ്റ്റ് പറയാൻ പറ്റില്ല. പരിപാടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഒരു നാടകം ഉണ്ടായിരുന്നു, ഒരു പഞ്ചാബി ഡാൻസ്. കുറച്ച് പരിപാടികളിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. ഈ പരിപാടിയിൽ വന്ന കുറച്ച് വ്യൂസ് കൂടുതലുള്ളതുകൊണ്ട് ഓടി വന്നത്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റിംഗുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വന്ന് നമ്മളുടെ പരിപാടികൾ നമ്മുടെ പേഴ്സണൽ പരിപാടികൾ കാണണം. അപ്പൊ നമുക്ക് പരിപാടികൾ കാണണം, അതിനേക്കാൾ ഉപരി മത്സരിക്കണം, നേടണം മാക്സിമം. പരിപാടികളൊക്കെ ഉഷാറാണ്. ഞങ്ങൾ 2 ദിവസം ഇരുന്ന് കാണരുത്. നല്ല പരിപാടി ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, എടാ അതൊക്കെ നോക്കിക്കോ, പ്രീപെയ്ഡ് ആയിക്കോ. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടപ്പോ തന്നെ ഇവന് പേടിയുണ്ടായിരുന്നു ഇവിടെ ഷൂട്ടിംഗ് വരെ. അപ്പൊ സംസാരം കേട്ടപ്പോ ഇത്ര ഫ്രീ ആയിട്ട് നമ്മൾക്ക് അതുപോലെ ഡീലാക്കി കമ്പനി വൈകിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, അപ്പോ ഓൾ ദ ബെസ്റ്റ്. എന്നോളൂ. ഓക്കെ, ഇതുവരെ കഥകൾ ഗംഭീരമാണ് അല്ലെ. കഥകൾ ഇനി പറയാനുള്ള പരിപാടികളും പഞ്ചാബി ഡാൻസ് തൊട്ട് നമുക്ക് തുടങ്ങാറുണ്ട്. പക്ഷെ നമുക്ക് അതിനൊപ്പം പോവേണ്ടത് 3 റൗണ്ടുകളിലൂടെ ആയിരിക്കും അല്ലെ. അപ്പൊ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇത് വന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഭാഗ്യം തുണയ്ക്കുന്നത് ശരി ഉത്തരങ്ങളിലൂടെയാണ് എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ശരി ഉത്തരം വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുക. ആ സ്ക്രാച്ചിലൂടെ മാക്സിമം നേടുക എന്നുള്ളതാണ്. നേടില്ലേ? ഭാഗ്യവാനും കൂടെ ഞാൻ കൊണ്ടുവന്നേക്കും ആണല്ലേ, കിശാമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരുന്നു മേഖല. അപ്പോ ട്രാവൽ ഏജന്റ് ആണ്. IND ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ഏജന്റ് നടത്തുന്നു. കാശ്മീർ, തായ്ലൻഡ്, ഗോവ എല്ലാവിടേക്കുള്ള സ്വന്തമായിട്ട് ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളതുകൊണ്ട് വിചാരിച്ചു സ്വന്തമായി കമ്പനി തുടങ്ങി. ഓരോ പാക്കേജും എനിക്ക് എവിടെ പോകാൻ തോന്നുന്നത് ആ പാക്കേജ് അപ്പൊ സെറ്റ് ചെയ്യും. നമ്മള് ഗോവാന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഇവ നേരെ മണാലിലേക്ക് കൊണ്ടുപോകും. കാരണം അവൻ പ്ലാൻഡ് ആയിരിക്കും മണാലിലേക്ക്. നമുക്ക് ആവശ്യമുള്ളത് ഗോവയായിരിക്കാം, പക്ഷെ എനിക്ക് പോകേണ്ടത് ഇവിടെ ഞാൻ ആർമിയിലായിരുന്നു. അടിപൊളി. ഡിപ്ലോമ കഴിഞ്ഞു നേരെ ആർമിയിൽ പോയി. 17 വർഷം അവിടെ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്നു. ഇപ്പം ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിൽ വർക്ക്. നേരത്തെ തുടങ്ങി, നേരത്തെ അല്ലെ, ഡിസിഷൻ ഭയങ്കര വലുതാണ് അല്ലെ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. തള്ളിയതാണ്, എടുത്തു വെച്ചു. നമുക്ക് നോക്കാലോ. അപ്പൊ ഉത്തരം ശരിയാകുമ്പോ മാത്രം ഈ കോയിൻ കയ്യിലെടുക്കാം, നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. അപ്പൊ ആദ്യത്തെ റൗണ്ടിലെ 30 സെക്കൻഡ്സ് വരെയുള്ള 2 ചോദ്യങ്ങളിൽ ആദ്യത്തേത് നിങ്ങൾക്ക് വരാൻ പോവാണ്. സോ സ്വാഭാവികമായിട്ടും സിനിമയെ ബന്ധപ്പെട്ടാണ് അല്ലെ. സിനിമ ഇഷ്ടമാണ്. എനിക്കൊന്ന് 17 വർഷം സിനിമ മിസ് ചെയ്തോ? നാട്ടിലൊക്കെ വരുന്ന സമയത്ത്, ഒരു വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനോട് കൂടെ പോയിട്ടുള്ള സിനിമ കാണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് സിനിമ കാണലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്നുണ്ട്. ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അതായത് ഇറങ്ങുന്ന സിനിമയ്ക്ക് ഞാൻ മോളിപ്പം 2-3 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ചിലവര് 3 വയസ്സായിട്ടുള്ള മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ആ ബഹളമായിരിക്കില്ലേ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സിനിമയും കാണാറുണ്ട്. അപ്പൊ 17 വർഷം അവിടെ പോയപ്പോ സമയത്ത് ഇവിടെ കുറെ സിനിമകൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കഥകളൊക്കെ മലയാളത്തിൽ ഗംഭീരമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, മലയാള സിനിമയിൽ പട്ടാളം പ്രമേയമായിട്ട് വന്നിട്ടുള്ള, മിലിറ്ററി പ്രമേയമായിട്ട് വന്നിട്ടുള്ള 5 സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പട്ടാളം,
ടിക്കറ്റ് 43 കറക്റ്റ് ആണ്. ഓക്കെ മേജർ മമ്മൂട്ടിയുടെ ഇല്ലേ? ഏതാ മേജർ ഫുൾ പറയണം ഫുൾ കാശ്മീരം കാശ്മീർ. ഓക്കെ ഓക്കെ ഒന്നുകൂടെ വേണം, കീർത്തിയൊക്കെ ഒന്നുകൂടെ വേണം. പട്ടാളം ഇപ്പൊ 3 ആയി. ഒന്നുകൂടെ വരില്ലല്ലോ പഴയ മമ്മൂട്ടിയുടെ സിനിമ രണ്ടാം ഭാഗം കിട്ടും. ഈ കീർത്തിചക്ര പറയുമ്പോ കുരുക്ഷേത്ര പറയുന്ന വിചാരിച്ചു സ്വാഭാവികമായിട്ട്. സെക്കൻഡ് പാർട്ട് ഇവര് കേട്ടിട്ടില്ല. ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഭാഗ്യവാൻ എടുത്ത കാർഡാണ്. ഭാഗ്യമുണ്ടോ നോക്കാം. സിനിമയുടെ പേര് നീ പറഞ്ഞാലും സ്ക്രാച്ച് ഞാൻ ചെയ്തൊക്കെ കിട്ടുന്ന പൈസ സ്ക്രാച്ച് ചെയ്ത ആൾക്കാർ പറഞ്ഞ ആൾക്കാർ. കുറച്ച് നീ വരകി. എനിക്കെല്ലാം കണ്ട് സൈഡിലോട്ട് കൂടെ 750. ഓക്കെ അതിൽ കൂടുതലുണ്ടാവും. സൈഡിലോട്ട് അക്കങ്ങൾ ചിലപ്പോ കൂടിയേക്കാം. ലോട്ടറി ടിക്കറ്റ് പോലെ ആവുമോ? ഇല്ല. സോ തുടക്കം നേട്ടത്തിലൂടെ തന്നെയായിരിക്കുകയാണ്. സോ 3 അക്കത്തിലൂടെയാണ് 750 750 തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ആദ്യം തന്നെ ഓപ്പൺ ചെയ്തു. ചിലപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഉത്തരം ശരിയാവണമെന്നില്ല. ഉത്തരം ശരിയായാൽ തന്നെ കാർഡിൽ ഉണ്ടാവണമെന്നില്ല. സോ 2 ഭാഗ്യം തുണച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നേരിടേണ്ടതുണ്ട്. പക്ഷെ മുമ്പായി എന്റെ ഭാഗ്യം ഇനി ഇവിടുത്തെ ഭാഗ്യം നോക്കാം. അവിടുത്തെ ഭാഗ്യം നമ്മൾ അറിഞ്ഞു. എന്റെ ഭാഗ്യം വലിയ ഭാഗ്യം ഉണ്ടാവില്ല. പക്ഷേ ചോദ്യം സിനിമകൾ പൊതുവെ ഏതാ ഇഷ്ടം? കുറച്ചുകൂടി പഴയ സിനിമകളാണോ അതോ ഇപ്പൊ ഇറങ്ങുന്ന സിനിമ? ഏത് കുറേ എനിക്ക് സത്യം പറഞ്ഞാൽ പഴയ സിനിമകളാണ്. പഴയ സിനിമകളിൽ തമിഴ് മലയാളം ഒക്കെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. പഴയ സിനിമ ഇഷ്ടം പറഞ്ഞാൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ കാലത്ത് പുതിയ സിനിമ ആയിരുന്നല്ലോ. 42 വയസ്സായി. അന്ന് ശരിക്കും പറയല്ലേ. അന്ന് ഇറങ്ങുന്നതിൽ ആരാണ് നായകനും നായികയായിട്ട് കാണാൻ കുറെ കൂടി ഇഷ്ടം? പിന്നെ വേറെ അതെ വൈശാഖ സന്ധ്യ ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ. ചായയൊക്കെ കുടിച്ച് കൊണ്ടോ കൊടുത്ത് അതൊക്കെ ഒരു ഫീലാണ്. അതേപോലെ കുറെ റൊമാൻസ് കളിക്കാൻ നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പൊ എന്തായാലും രണ്ടാമത്തെ ചോദ്യം, ലാലേട്ടൻ സിനിമകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ലാലേട്ടൻ ശോഭന കോംബോകൾ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് മോഹൻലാൽ മീന കോംബോയിൽ വന്നിട്ടുള്ള 5 സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫ്രൂട്ട്സ് ഒക്കെ ആലോചിച്ചാൽ കിട്ടും. ചിലപ്പോ കുറച്ച് പഴയതിലോട്ട് പോകും. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആലോചിക്കുക. എന്താ ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ? എന്താ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 സെക്കൻഡ്സിലെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 5 സിനിമയൊക്കെ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ലേ? 3 2 കഴിഞ്ഞു. 1 ആ മാങ്ങ ആലോചിക്കുന്നതിന് മുന്തിരി ആലോചിക്കുകയാണെങ്കിൽ മുന്തിരി വെളിയിൽ തള്ളിക്കുമ്പോ സംഭവം കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഒളിമ്പിൽ 5 തവണ അതുണ്ട്. സിനിമകൾ കുറെ അല്ലെ. ദൃശ്യം 1 2 3 ജിത്തു ജോസഫ് 5 പാർട്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും കുറെ കൂടി ലാലേട്ടൻ ശോഭന പറയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അതിലാണ് മൈൻഡില്. അപ്പൊ എന്തായാലും രണ്ടാമത്തേല് ഭാഗ്യം തുണച്ചിട്ടില്ല. സോ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ട്രാക്കിൽ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? സ്വയം തള്ളിയാണെങ്കിൽ പോലും സത്യം പറയുള്ളൂ. സോ ആ കാർഡുമായിട്ട് അടുത്ത റൗണ്ട് മുന്നോട്ട് പോകണോ അതോ ആ കാർഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കാർഡുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അത് ആ കാർഡിൽ ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾക്ക് ആ കാർഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുതിയ കാർഡ് തരാം. എന്ത് വേണം? പുതിയ കാർഡ് വേണ്ടല്ലേ? ഞാൻ എടുത്തല്ലോ. പുതിയ കാർഡ്. ഓക്കെ, എന്നാ സ്ക്രാച്ച് ചെയ്തോളൂ. രക്ഷപ്പെട്ടു കുഞ്ചു. 2000 പോയില്ല. 20 രൂപ കൃത്യമായിട്ട് നിന്നുള്ള രീതിയിലേക്ക്. അപ്പൊ അത് ഗസ് നന്നായിരുന്നു മാത്രമല്ല സ്വയം ഞാൻ ഭാഗ്യമില്ലാത്ത എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് തോന്നില്ലായിരുന്നു. പക്ഷെ ഇത് കിട്ടുവാണെങ്കിൽ പോലും 20 ആയിരുന്നു. അപ്പൊ നല്ല തീരുമാനമായിരുന്നു അല്ലെ? ഓക്കെ, പുതിയ കാർഡ് തരേണ്ടതുണ്ട്. പുതിയ റൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. സോ 750 എന്നുള്ളത് അക്കൗണ്ടിലെ കൂട്ടേണ്ടതുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലെ ഒരു അവസരം ഓൾറെഡി കിട്ടി. രണ്ടാമത്തേത് അല്ലെ അടുത്തൊരു കാർഡായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ 750 നിൽക്കുകയാണ് രണ്ടുപേരും. സോ അടുത്ത റൗണ്ടിനുള്ള കാർഡ് വേണ്ടേ? ഇനി നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ ഒരുമിച്ച് നിർത്തുന്നില്ല. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പിരിഞ്ഞ പോലെ പിരിക്കാൻ പോവാണ്. ഓക്കെ, സന്തോഷം കണ്ടില്ല പഞ്ചാബി ഹൗസിൽ കൊച്ചെനിക്ക് പോണ പോലെ. ഓക്കെ, സോ ഇവിടെ വന്നു. ഇതേപോലെ തന്നെ അവിടെയും ഇത് റൊട്ടേറ്റ് ചെയ്യും. സോ ഞാൻ ഇപ്പൊ ഒരു മൂവി ഡയലോഗ് കൊടുക്കും.
ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഏതാണ് സിനിമ എന്നുള്ളത് ഗസ് ചെയ്യണം. ഓക്കെ, റെഡി? റീഡബിൾ ആണ്, സമയം തരട്ടെ? റെഡി? സോ ഡയലോഗ് മുഴുവിപ്പിക്കണമെന്നില്ല, എന്റെ ഇടയ്ക്ക് കിട്ടിയാൽ പറയാം, ഇല്ലെങ്കിൽ ഡയലോഗ് എഴുതി പറയാം. നീ പറയും. സോ റെഡി? സോ 3, 2, 1 here we go. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്. കുത്തി ബൈ ചാൻസ് ആ പേര് കറക്റ്റ് ആയി പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും റെസ്പോൺസ്? വീട്ടിൽ കൊണ്ട് കുടിച്ചു നിർത്തി കുത്തും. വിടുന്നില്ലല്ലേ? ഇതുപോലെ അറിയില്ലാതെ പിന്നെ ഇരിക്കുന്നതിൽ മരിക്കുന്ന സ്ഥലത്തില്ല. സോ നമുക്ക് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാമിയോ അല്ലെ, ബെസ്റ്റ് ക്യാരക്ടർ, ബെസ്റ്റ് ക്യാമിയോ ആയിട്ട് ഒരു സ്പെഷ്യൽ എൻട്രിയിലൂടെ വന്നൊരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ റെഡി? സോ കാർഡ് നമുക്ക് നോക്കാം. ഇനി അവിടെ ബാക്കി ഞാൻ ചുരണ്ടന് മാത്രം നമ്മള് ₹75 കേട്ടോ. അപ്പൊ ചെന്നൈ സൈഡിലോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പൂജകളുണ്ടോ നോക്കിക്കോളൂ. അതൊക്കെ നമ്മൾ എന്തായാലും നോക്കും. വേണമെങ്കിൽ ആ ബ്ലൂ ഉള്ള അവിടെ ചുരണ്ടി നോക്കും, പൂജ ഇട്ടുണ്ടാവും. സോ നേരത്തെ കിട്ടിയതിനേക്കാളും പൂജ്യം കുറവുണ്ട്. പക്ഷെ പൂജ്യം കുറഞ്ഞപ്പോ ഒറ്റയടിക്ക് അല്ലെ 75 ആയിട്ടുണ്ട്. അപ്പൊ 750. ഇനി അവിടെ കൂടുമ്പോ 825 ആണ് 85 പക്ഷെ നേട്ടാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, കുറഞ്ഞില്ല. ആ നേരത്തെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കിട്ടലാണ് ചെയ്തിട്ടുള്ളത്, നഷ്ടപ്പെട്ടില്ല എന്നുള്ളതുണ്ട്. അപ്പൊ എന്തായാലും ഇനി അവിടെ നിന്നാൾ ഇങ്ങോട്ട് വരണം. പക്ഷെ അതിന് മുമ്പായി നിങ്ങൾക്ക് കാർഡ് സെലക്ട് ചെയ്യാം. കാർഡ് ഇത് ഞാൻ എടുക്കാം, നോക്കാം. ഇതിൽ എന്റെ ഭാഗ്യം കൂടി ഒന്ന് പരീക്ഷ നോക്കാം. സ്വയം ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട്. 75 ആയിപ്പോ 750 ആയിപ്പോ 20 കിട്ടിയല്ലോ. അതെ. അപ്പോ ഞാൻ ഇവിടെ നേരത്തെ പോലെ തന്നെ ഒരു ഡയലോഗ് തരും. വായിച്ചു തുടങ്ങുമ്പോ കിട്ടിക്കഴിഞ്ഞാൽ പറയണം. ഓക്കെ, ഇവിടെ നിന്ന് വെച്ചോളൂ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ശീർഷാസനത്തിലാണ്. ഞാൻ ഉദയഭാനു, രാജപ്പന്റെ സുഹൃത്താണ്. ഇതാണ് വലിയ വിദ്യാഭ്യാസം. ഞാൻ അച്ചാളം ബാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. എടാ ശ്രീനിവാസൻ, മോഹൻലാല്, ഹൈദരാബാദ് വെച്ച് ഷൂട്ടിങ്, ഇതേപോലെ എല്ലാ പണ്ടാരും പടത്തിന്റെ പേരാണോ അറിയാത്തത്. അതിനുള്ളത് വേണമെങ്കിൽ വായിച്ചോളൂ, വേറെ ഒന്നും വായിക്കരുത്. രാജപ്പനെ കാണാൻ അത് അറിയാലോ. ഞാൻ ശീർഷാസനത്തിലാണ്. ഞാൻ ഉദയഭാനു, രാജപ്പന്റെ സുഹൃത്താണ്. അതിലുണ്ടല്ലോ മീന. അത് കഴിഞ്ഞാൽ അതിലുണ്ട് മീന. ശ്രീനിവാസൻ, സിനിമകൾ വന്നപ്പോ പറഞ്ഞില്ല. സോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5, 4, 3, 2, 1 മനസ്സിലായി. ഞാൻ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് ചിരിക്കാണ്ടപ്പോ ഞാൻ ചോദിച്ചു പഠിച്ചത് എക്സാമിന് വന്നു എന്നൊരു ഫീൽ ഇതായിരുന്നു എന്നുള്ളത്. താരമാണ് അല്ലെ? താരമാണ്. ചെറുതായിട്ട് പറ്റി, കുഴപ്പമില്ല. ഞാൻ തുടക്കത്തിൽ ആ ചിരി കണ്ടപ്പോഴേ ഞാൻ ആ ഡയലോഗ് കേട്ട ചിരിയാന്ന് മനസ്സിലായത് പിന്നെയാണ്. ഞാൻ ആദ്യം ഉത്തരം കിട്ടിയ എന്റെ ചിരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അതില്ല, മത്സരം അത് പാടില്ല. അതിന്റെ ഇടയ്ക്കൊന്ന് വിവരിക്കാനൊക്കെ ഒരാൾ ശ്രമം നടത്തി, പക്ഷെ ചെറുതായിട്ടൊന്ന് പാളി. സോ അപ്പൊ പറഞ്ഞത് നാട്ടുകാർ പറയുന്നത് ശരിയാണ്, ഭാഗ്യമില്ലാത്തവരാണ് കാർഡ് സെലക്ട് ചെയ്ത് അല്ലേ. അപ്പൊ ഇതെന്ത് വേണം? കാർഡ് വേണ്ട. ₹20 കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭാഗ്യമില്ലാത്തവനാണെന്ന് സ്വയം പറഞ്ഞ ആളാണ്. പക്ഷെ സെലക്ട് ചെയ്ത കാർഡ് 2000 അല്ലെ. ആദ്യം സ്വയം വിശ്വസിക്കണം ഭാഗ്യം ഉള്ളിലുണ്ട് എന്നുള്ളത്. പക്ഷെ മിസ് ചെയ്തു. നമുക്ക് മുന്നോട്ട് പോകണോ എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു. സോ ഇത് നേടാത്തതിന്റെയാണ്. ഇതോടെ സീരിയസ് ആയല്ലോ അല്ലേ. സോ നേടിയതിന്റെ ഏറ്റവും വലുതായിരുന്നു. പക്ഷെ അത് നേടാൻ യോഗമില്ല, നഷ്ടപ്പെടുത്താനായിരുന്നു. കയ്യിലുണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് കംബാക്കിലൂടെ നേടും എന്ന പ്രതീക്ഷയുണ്ട്. ഞാൻ പടം പറഞ്ഞ നീ പറയുന്ന എനിക്ക് ആ മമ്മൂട്ടിയെ കറക്റ്റായി കിട്ടി. ഇങ്ങനെ കാണിച്ചാൽ ആദ്യമേ കിട്ടി. അങ്ങനെ നമ്മള് ഫൈനൽ 3rd റൗണ്ടിലോട്ട് പോവാണ്.
നഷ്ടപ്പെട്ടത് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞെങ്കിലും ചെറിയൊരു ടെൻഷനോട് കൂടിയിട്ട് മൂന്നാമത്തെ റൗണ്ടില് അല്ലെ നേടിയെടുക്കും. നഷ്ടപ്പെട്ട ഭാഗ്യമില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഭാഗ്യമുണ്ട്. അത് നമ്മൾ സ്വയം നല്ല ഭാഗ്യമുണ്ട്. നമ്മൾ അതിൽ വിശ്വസിക്കുക കൂടി വേണം എന്നുള്ളതാണ്. സോ ലോകത്തെല്ലാവരും നന്നായിരിക്കട്ടെ, ഇൻക്ലൂഡിംഗ് ബിൻചാൻ. അപ്പൊ കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ റൗണ്ടില് അതിലെത്രയാന്ന് അറിയാണ്ട് ഒരു സമാധാനമില്ല. ബോർഡ് കൂടി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ സമയം 1 മിനിറ്റ് തന്നെയായിരിക്കും. നേരത്തെ പോലെ ഒരാൾ ഇവിടെ വരും. നേരത്തെ പറഞ്ഞത് മൂവി ഡയലോഗിലൂടെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്ലൂ തരിക വരയിലൂടെ ആയിരിക്കുന്നതാണ്. സോ ആരാ ആദ്യം വരാൻ പോകുന്നത്? ഞാൻ തന്നെ പോവാ. അറിയുന്ന പോലെയൊക്കെ വരക്കിട്ടാ സുധു മനസ്സിൽ വായിച്ചോളൂ. നിസ്സാരം അല്ലേ? ഓക്കെ. സോ വരച്ചു തുടങ്ങാറായിട്ടില്ല. സമയം പറയും. ആ സമയം പറയുമ്പോൾ വരച്ചു തുടങ്ങും. ഇനി വരച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണോ അല്ലേ എന്നുള്ളത് ചോദിക്കാം. അത് മാത്രം പറയാം. വേറെ കഥ പറച്ചിൽ പരിപാടികളില്ല. വര മാത്രം. ഓക്കെ, റെഡി? ഇത് ഒന്നുകൂടി വേർക്കും. സോ റെഡി? സോ സമയം തുടങ്ങാണ്. സോ റെഡി, സെറ്റ്, ഗോ. പാലക്കാടിന്റെ രാജരവിവർമ്മയാണല്ലേ വരയുടെ ഒരു കോൺഫിഡൻസ് നോക്കിയേ. യക്ഷി. ബാക്കി നീ പറയും. കണക്ട് ചെയ്ത് പറയാം. പെട്ടെന്ന് ഐസ്ക്രീമാ നിക്കടാ. യക്ഷിയും ഞാനും. യക്ഷിയും ഞാനും. നീ പറഞ്ഞു എനിക്ക് പറയാനറിയില്ല, വരയ്ക്കാൻ സിനിമ കണ്ടിട്ടില്ലേ? യക്ഷി വെച്ചിട്ട് എന്താ ആലോചിക്കുക? അതവിടെ സ്റ്റാച്യു കുറിച്ചല്ല നമ്മൾ സിനിമയെ കുറിച്ചായിരുന്നു. ഇനി സ്ക്രാച്ച് ചെയ്തോളൂ. ഇനി കിട്ടുന്ന പൈസ നമ്മൾ 50 രൂപ. കുഴപ്പമില്ല. മാന്യമായ ഒരു തുക കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ക്രാച്ച് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്ത് കളയാനൊക്കെ 2000 നേടാറുണ്ട് മാത്രം. നമ്മൾ പിടിക്കാറില്ല, കളയാൻ ചെയ്യാറുള്ളത് മാത്രമാണ്. അപ്പൊ 825 ആയിരുന്നു. അപ്പൊ നമ്മൾ കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ 875 രൂപയായിട്ട് കിട്ടുന്നുണ്ട്. കിടക്കുന്നതിന്റെ വിഷമം ഇപ്പോഴും മാറാതെ എല്ലാം കൂടെ കൂട്ടിയിട്ടായിട്ടുള്ളതാണ്. യെസ്. അപ്പൊ എന്തായാലും ഇനി അവിടെ നിന്ന ആള് ഇങ്ങോട്ട് വരണം. പക്ഷെ അതിന് മുമ്പായിട്ട് കാർഡ് സെലക്ട് ചെയ്യാം. വേറെ രസം ഇനി ഞാനാ സെലക്ട് ഉണ്ട്. അല്ല അങ്ങനെ ഓർഡർ വെച്ച് പോയിട്ട് ഗംഭീരാണല്ലോ അല്ലേ? 50, 20 ചില്ലറ പൈസ ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ. ഇത് കിട്ടാൻ പോകില്ല, അപ്പൊ വലിയ എമൗണ്ട് ആയിരിക്കും. അല്ല എന്നിട്ടാണ് 2000 കിട്ടിയത്. അതെ, അല്ല പറയാൻ പോകില്ല, അപ്പൊ ഇത് എമൗണ്ട് വലുതായിരിക്കും പറയാം. അപ്പൊ അവിടെ നിന്നോളൂ. യെസ്, യക്ഷിനെ വരച്ച അവിടെ നിന്നോളൂ. യക്ഷിനെ പറഞ്ഞാൽ ഇങ്ങോട്ട് പോന്നോളൂ. കിട്ടി. നിസ്സാരം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആവേശം നല്ലതാണ്, പക്ഷെ സമയമുണ്ട്. സോ റെഡി? സോ 3, 2, 1, here we go. കുറച്ച് വലുതായിട്ടൊക്കെ വരയ്ക്കട്ടെ. യെസ്, ബോർഡിൽ സ്ഥലമുണ്ട്. ചോക്ക് എത്ര വേണമെങ്കിലും തരാം. നിനക്ക് എന്റെ കൈമാറി തന്നെ നീ കാണുന്നില്ല. 2 റോക്കറ്റുകൾ പിന്നാലെ കണ്ടുപിടിക്കുള്ളൂ. വെറുതെ പറയണേ ഞാൻ. പെട്ടെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ അല്ലേ? ഗംഭീര വരെയാണ്. അതിന്ന് ഗസ് ചെയ്തൊക്കെ ആ കാണുന്നത് മീനാന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും അത് വെച്ച് ഗസ് ചെയ്ത് പോവാം. മറ്റേ കുപ്പിയിലിട്ട് വെച്ച് പൊടിയുണ്ട പോലെ തോന്നണം. മീനാണെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ എന്താ പറയാ, കുടം, മീന്. അത് വെച്ച് ആലോചിച്ച് നോക്കിയോക്ക്. മീനാണെങ്കിൽ എന്ത് മീനാവെന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ
ഗപ്പിയല്ലേ? Right answer. ദൈവമേ, ഇത് കുപ്പിയിലിട്ട് ഗപ്പി. ഇതെന്തായിരുന്നു? ഇത് ബുള്ളറ്റ് നമ്മുടെ ഗപ്പിയിലാണ്. സൈക്കിൾ അല്ല. സോ സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ചായയും കടിക്കുള്ളതായി ഭഗവാനെ. വേണമെങ്കിൽ ഇവിടെ തന്നെ ഹോട്ടൽ 3000. ഡൺ ഡൺ ഡൺ. എത്രയൊക്കെ ചായ കഴിക്കണം? യെസ്, ഗോട്ട് ഇറ്റ്. അപ്പൊ നഷ്ടപ്പെടുത്തിയ 2000 പകരം നേടിയത് 3000 ആയിരുന്നു. ഇത് അവസാനത്തെ അവസരമായിരുന്നു, നേടാൻ പറ്റുന്ന മാക്സിമം നേടായിരുന്നു. അപ്പൊ മൊത്തം കൂട്ടിയാലും 2000 നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. സോ അത് അടിച്ചിരിക്കുകയാണ് അല്ലേ? അടിപൊളി. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം 3875 രൂപയായിട്ട് അത് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ അപ്പൊ 6 റൗണ്ടുകൾ അല്ലെ, 6 അവസരങ്ങൾ 3 റൗണ്ടിലൂടെ നമ്മൾ കണ്ടു. ആൻഡ് 3875. അപ്പൊ അതുമ്പോ ക്യാഷ് പ്രൈസ് മാത്രമല്ല, കുറച്ച് സ്പെഷ്യൽ സൺസൂര്യ കോമഡി ഗിഫ്റ്റ് കൂടെ തരട്ടെ. രുചിയും അനുഭൂതിയും ഒത്തൊരുമിച്ച സാക്സി സോഫ്റ്റ് ഡ്രിങ്ക്സ്. കുളിർമയുള്ള ഒരൊറ്റ സിപ്പ് മതി ഉഷാറാവാൻ. സോ നിങ്ങളും ബൂസ്റ്റ് ആവട്ടെ, ഉഷാറാവട്ടെ. നല്ല പാചകം, കൃത്യമായ രുചി, ഓരോ ദിവസവും ഓരോ പുതുപുത്തൻ രുചി കൂട്ടിനായിട്ട് പാചകം ചെയ്യോ? പിന്നെ പുതുപുത്തൻ രുചി കൂട്ടിനായിട്ട് ഗുഡ്നെസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ നൽകുകയാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസോ കൃത്രിമ വസ്തുക്കളോ ചേർക്കാത്ത ന്യൂട്രോവയുടെ ഹെൽത്തി സൊല്യൂഷൻസ് ആണ്. 0 ആഡഡ് ഷുഗർ, 100% നാച്ചുറൽ. കരിക്കിൻ വെള്ളമാണ്. സോ മാസ്റ്റർ ഓഫ് ഫ്രഷ്നസിന്റെ ടെൻഡർ കോക്കനട്ട് വാട്ടർ. സോ ഇനി നിങ്ങളും ബൂസ്റ്റ് ആവട്ടെ, ചാർജ് ആവട്ടെ. അടിപൊളി. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇതുപോലെ ഭംഗിയുള്ള സൗഹൃദങ്ങളും സൗഹൃദ കഥകളും മത്സരാർത്ഥികളുമായിട്ട് അടുത്തൊരു അദ്ദേഹത്തിൽ കാണാം. അപ്പൊ അതുവരേക്കും